നമസ്കാരം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കാനുള്ള DA ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. സത്യത്തിൽ നമുക്കറിയാം, സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കേരള ഗവൺമെന്റ് സർക്കാർ എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു വർഷത്തിൽ 2 തവണയാണ് DA അനുവദിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പണപ്പെരുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 1-നും ജൂലൈ 1-നും ഓരോ വർഷവും ജനുവരി 1-നും ജൂലൈ 1-നും പ്രാബല്യത്തിൽ വരത്തക്ക വിധം ആണ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവുന്ന സാധനങ്ങളുടെ വില കയറ്റത്തിനനുസൃതമായിട്ട് പണപ്പെരുപ്പത്തിനനുസരിച്ച് ക്ഷാമബത്ത അഥവാ ഡിയർനെസ് അലവൻസ് അനുവദിക്കുന്നത്. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന ഡിയർനെസ് അലവൻസ് സംസ്ഥാനത്തെ ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അത് അനുവദിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. അതിൻ്റെ പണം നൽകുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പാണ്. ഇവിടെ ഡിയർനെസ് അലവൻസ് സർവീസിൽ നിലവിൽ ജോലി ചെയ്യുന്നവർക്കും പെൻഷൻകാർക്ക് ഡിയർനെസ് റിലീഫാണ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത്. വാക്കുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ക്ഷാമാശ്വാസം എന്ന് പറയും പെൻഷൻകാർക്ക്. സർവീസിലുള്ളവർക്ക് ക്ഷാമബത്തയും പെൻഷൻകാർക്ക് ആശ്വാസവുമാണ് ഉള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ശതമാനം, ലഭിക്കുന്ന ശതമാനം ശരിക്കും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം 6 ഗഡു ക്ഷാമബത്ത അല്ലെ ക്ഷാമാശ്വാസം ഇപ്പോൾ കുടിശ്ശികയായിട്ടുണ്ട്. ഈ ജൂലൈ 1 മുതലുള്ള, അതായത് 2025 ജൂലൈ 1 മുതലുള്ള ക്ഷാമബത്ത കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ അതുകൂടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ കേരളത്തിലെ ജീവനക്കാർക്ക് കുടിശ്ശികയായിരിക്കുന്നത് 7 ഗഡുവാണ്. ഇപ്പൊ നിലവിൽ 6 ഗഡു എന്ന് പറയുന്നത് 18% അടിസ്ഥാന ശമ്പളത്തിന്റെ 18%, അല്ലെ അടിസ്ഥാന പെൻഷന്റെ, ബേസിക് പെൻഷന്റെ അല്ലെങ്കിൽ ബേസിക് സാലറിയുടെ 18% കുടിശ്ശികയായിട്ട് നിൽക്കുന്നത്. ഞാനിത് വെറുതെ ഓരോ ജീവനക്കാരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട്, പൊതുസമൂഹത്തിന്റെ അറിവിലേക്ക് വേണ്ടിയിട്ട്, ശരിക്കും നമ്മൾ അത് ഒരു അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഈ ജീവനക്കാർക്കും അധ്യാപകർക്കും ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അത് സമീപകാലങ്ങളിൽ ഗവൺമെന്റ് അത് അനുവദിക്കുമായിരിക്കും. എങ്കിലും നമ്മൾ അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം, ഒരു ബോധവാന്മാരായിരിക്കണം എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്. നമ്മൾ പിന്നെ ഇതോടനുബന്ധിച്ച് കൂട്ടി വായിക്കേണ്ട ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പം ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളം 7 മാസമായിട്ട് പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് കേരളം. കേരളത്തിലെ ഗ്രാമങ്ങളിൽ 10% മുകളിലാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. കേന്ദ്രത്തിലെ 1.55% ഉള്ളൂ പണപ്പെരുപ്പം. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ 2.28 ഉള്ളത്. കേരളത്തിൽ മൊത്തത്തിൽ 8.89%. അത് ഗ്രാമങ്ങളിലേക്ക് എത്തുമ്പോൾ 10.02% പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ പണപ്പെരുപ്പത്തിന്റെ, എന്നാൽ ഇന്ത്യയിലെ 4ഓളം സംസ്ഥാനങ്ങളിൽ പണച്ചുരുക്കം, അതായത് ഡിഫ്ലേഷനുമുണ്ട്. ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് 0-ന് താഴേക്ക് പണപ്പെരുപ്പം വരുന്ന ആ ഒരു പ്രതിഭാസമാണ് നമ്മൾ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് ശരിക്കും വളർച്ച കുറവ് എന്നുള്ള രീതിയിലേക്ക് അതിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. 0-ന് താഴെ എന്ന് പറഞ്ഞാൽ 4 സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ മൈനസ് ആണ്
പണപ്പെരുപ്പം എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയുക. കേന്ദ്രത്തിലാണെങ്കിൽ 8 വർഷത്തെ താഴ്ന്ന നിരക്കാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ 1/7/2025 ഈ ജൂലൈ മുതലുള്ള പിന്നെ DA എന്ന് പറയുന്ന കേന്ദ്രത്തിൽ 1%-ഓ 2%-ഓ അപ്പുറത്തേക്ക് വരാൻ സാധ്യതയില്ല. ഈ കേരളത്തിൽ ഇത്രയധികം പണപ്പെരുപ്പം നിലനിൽക്കുമ്പോൾ കേന്ദ്രത്തിലെ DA പോരാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം DA വളരെ ആ രീതിയിലാണ് കൂട്ടുന്നതെങ്കിൽ, സംസ്ഥാനത്തിന്റെ വെച്ചിട്ടാണ് കൂട്ടുന്നതെങ്കിൽ ശരിക്കും വളരെ വലിയ ഒരു ശതമാനത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പൊ നമുക്കിപ്പോ 1/7/2022 മുതൽ, അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് മുതലുള്ള DA ആണ് നമുക്ക് കിട്ടാനുള്ളത്. നിലവിൽ 6%, 6 ഗഡു കിട്ടാനുണ്ട്, 18% കിട്ടാറുണ്ട്. അതിൻ്റെ ഒരു ഏകദേശ കണക്ക് നമ്മൾ പറഞ്ഞാൽ, ഒരു LP UP അധ്യാപകൻ കയറിയ ഉടനെ, സർവീസിൽ കയറിയ ഉടനെ LP UP അധ്യാപകന് കിട്ടേണ്ട ഒരു ക്യാഷ് എത്രയാണ്? ഏകദേശം 7,000-ഓളം രൂപ ഒരു മാസം കുറവാണ് കിട്ടുന്നത്. നിലവിലുള്ള DA എല്ലാം കൂടി വന്നാൽ, ഈ പ്രഖ്യാപിച്ചിട്ടുള്ള DA എല്ലാം കിട്ടുകയാണെങ്കിൽ ഈ ഒരു LP UP തുടക്കക്കാരനായ അധ്യാപകന് 7,000 രൂപയും കൂടി അധികമായിട്ട് കിട്ടണം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പൊതുസമൂഹത്തെയോ പൊതുജനങ്ങളെയോ സാധാരണക്കാരെയോ ഒന്നും പിന്നെ മോശമാക്കിയിട്ടോ അല്ലെ അവരെ കുറച്ച് കണ്ടിട്ടോ അല്ല. ഈ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇത്രത്തോളം കിട്ടാനുണ്ട് എന്ന് പറയുകയാണ്. അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടും വെച്ചുകൊണ്ടും തന്നെയാണ് ഇത് പറയുന്നത് എന്ന കാര്യവും ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ 1/7/22 മുതൽ ഈ 3% DA ആണ് നമുക്ക് കിട്ടേണ്ടത്. സംസ്ഥാനത്തെ ജീവനക്കാർക്ക് കിട്ടേണ്ടത് 1/7/22 മുതൽ 3% DA. അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിയാൽ ആ 3% 37 മാസം ഉണ്ട് എന്ന് നമുക്ക് കാണാം. 1/7/23 മുതൽ, സോറി, അവിടെ 1 എന്നാണ് ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. 1/1/23 മുതൽ നമുക്ക് 4% കിട്ടണം. ആ കുടിശ്ശിക 4% കുടിശ്ശിക 31 മാസത്തെ 4% കുടിശ്ശികയുണ്ട്. 1/7/23 മുതൽ 3% കുടിശ്ശിക നമുക്ക് കിട്ടാനുണ്ട്. അത് 25 മാസത്തെ ഉണ്ട്. നമ്മൾ ഈ ജൂലൈ 31 വരെയുള്ള കൂട്ടലാണ് കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ കൂട്ടുമ്പോഴാണ് ഈ മാസങ്ങൾ പറയുന്നത്. 1/1/24 മുതൽ 3%-മാണ് നമുക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് സംസ്ഥാനത്തെ ജീവനക്കാർക്ക് കിട്ടാനുള്ളത് 19 മാസത്തെ കിട്ടാനുണ്ട്. 1/7/24 മുതൽ 3%-മാണ് വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച, അത് 13 മാസം കിട്ടാനുണ്ട്. 1/1/25 മുതൽ 2%-മാണ് 7 മാസത്തെ ഉണ്ട്. 1/7/25 ഒരു മാസത്തെ കുടിശ്ശിക കിട്ടാനുണ്ടാവും, ഉറപ്പാണ്. അത് കേന്ദ്രം പ്രഖ്യാപിക്കുമ്പോൾ ഒരു മാസം ഇപ്പോൾ ആയിട്ടുണ്ടാവും, പക്ഷെ ശതമാനം എത്രയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ 133 മാസത്തെ കുടിശ്ശിക ഇതുവരെ നമുക്ക് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും കുടിശ്ശിക ലഭിക്കാനുണ്ട് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ ഇത് പിന്നെ മാത്രമല്ല, ഇതിലിപ്പോ കേരളത്തിൽ തന്നെ കേന്ദ്രത്തിന്റെ പ്രഖ്യാപിക്കുന്ന DAകൾ അപ്പപ്പോ തന്നെ പിന്നെ വാങ്ങുന്ന ജീവനക്കാരുണ്ട്. IAS IPS കേഡറിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. പിന്നെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ജഡ്ജിമാരുള്ള കാറ്റഗറി, അവര് അപ്പപ്പോ DAയും വാങ്ങുന്നുണ്ട്. അതിന്റെ കുടിശ്ശികയും അവര് വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. PSC ചെയർമാൻ പോലെയുള്ള അവരുടെ മെമ്പർമാര്, അവരൊക്കെ ഈ DA മുഴുവനായിട്ടും വാങ്ങുന്നവരും അതാത് സമയത്തും കുടിശ്ശികയൊക്കെ വാങ്ങുന്നവരുമാണ്. ഇത് ഇപ്പൊ ഇത്രയധികം പണപ്പെരുപ്പം നിലനിൽക്കുമ്പോൾ നമുക്ക് ഈ ജീവനക്കാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഇത്രയധികം വലിയ പണപ്പെരുപ്പം കേരളത്തിൽ നിൽക്കുമ്പോൾ ഈ ഇത്രയധികം കുടിശ്ശികകൾ വരുന്നത് വളരെ ജീവിത നിലവാരത്തിലും അല്ലാതെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുമ്പോഴുള്ള ഒരു പ്രശ്നം, നമ്മൾ കേരളത്തിൽ ഒരുപാട് പിന്നെ ആൾക്കാര് ജീവനക്കാരെല്ലാം പുറത്തുള്ളവരായാലും ഇപ്പൊ നമ്മൾ 8% ഇൻട്രസ്റ്റിന്, ഒരു വർഷം 8% ഇൻട്രസ്റ്റിന് ഒരു കുറച്ച് പൈസ, ഒരു 1,00,000 രൂപ കൊണ്ടുപോയിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ 10%-ന് മുകളിൽ ഇൻഫ്ലേഷൻ നിൽക്കുമ്പോൾ, പണപ്പെരുപ്പം നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പണത്തിന്റെ മൂല്യത്തിന് 2%, 8 കഴിഞ്ഞ് 2% നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക.
ഇപ്പൊ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നവർക്ക് പോലും ഇത്രയും ഉയർന്ന പണപ്പെരുപ്പം നിൽക്കുമ്പോൾ അത് നെഗറ്റീവാണ്. അവരെ സംബന്ധിച്ച് നഷ്ടമായിരിക്കും സംഭവിക്കുക എന്ന കാര്യവും നമ്മൾ അറിയുക. അപ്പോൾ ഈ ഒരു ഇത് ഇത് ഓരോരുത്തരും വായിക്കുകയും നമുക്ക് ഇത് ഇത്രത്തെ അധികം ഓരോ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും കിട്ടാനുണ്ട് എന്ന കാര്യം ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അത് പിന്നെ സാമ്പത്തിക മെച്ചപ്പെടലുകൾ ഉണ്ടാവുമ്പോൾ കിട്ടുമായിരിക്കാം എന്ന് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ എല്ലാവരും, ജീവനക്കാരെല്ലാവരും ഈ ഒരു കാര്യത്തിലെ ഒരു എന്താ പറയണ്ടേ, ഒരു അവയർനെസ് ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.